ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. പിന്നെയും പരീക്ഷ ദിവസം ആയിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് എണീറ്റത് മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പോൾ ഇരുന്നതാണ് ഈ കസേരയമ്മ. വേര് പിടിച്ചു തുടങ്ങി. എനിക്ക് എണീക്കാൻ പോലും പറ്റുന്നില്ല. എങ്കിലും നിങ്ങൾക്ക് വേണ്ടി ശ്രമിക്കാം. പറ്റുന്നില്ല. അത്രയും കഠിനമായ രീതിയിലാണ് നമ്മളിത് പഠിച്ചത്. ഇനി ഒന്ന് കുളിക്കണം. ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അഥവാ ഈ ഒരു ക്ലിപ്പ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പരീക്ഷ ഒരു അവസാനമില്ലാത്ത ഒരു ജേർണിയാണ്. പരീക്ഷ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഭാവിയെ നിശ്ചയിക്കുമെന്നാണ് പറയുന്നത്. നിശ്ചയിക്കും ഇല്ലയോ എന്ന് എനിക്കറിയാൻ പാടില്ല. നാളെ ഈ പരീക്ഷ കഴിഞ്ഞാൽ ഞാൻ പകുതി സാധനങ്ങൾ മറന്നു പോകും. പക്ഷേ പഠിക്കണം, പഠിച്ചാലേ പരീക്ഷ പാസ്സാവുള്ളൂ. എന്തിനിപ്പോൾ ഞാനിത് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. പൊതുവെ പരീക്ഷയുടെ തലേ ദിവസം ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഡിസിൻ പഠിക്കുന്ന എല്ലാ പിള്ളേർക്കും ബോധം പോകും. പിന്നെ എന്താണ് പഠിക്കുന്നതെന്നോ എന്താണെന്നോ വലിയ പിടിയൊന്നും ഉണ്ടാവില്ല. അവർ വേറൊരു ചിന്താഗതിയിലെത്തും. എന്താണ് ഈ ലോകത്തിൽ സംഭവിക്കുന്നത്, എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനെ കുറേ ചിന്താഗതികൾ. ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്നത് പോലെ വെറുതെ വളവള എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നാളെ നമ്മുടെ പരീക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൂണോസിസ് ആണ് പരീക്ഷ. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് എളുപ്പമുള്ള സബ്ജക്റ്റാണ്, അധികം പഠിക്കാനൊന്നുമില്ല, ഒന്ന് ചുമ്മാ നോക്കിപ്പോയി കഴിഞ്ഞാൽ തീരുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല, ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. സൂണോസിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞുതരാം. മൃഗങ്ങളിൽ നിന്നും മനുഷ്യർക്കും മനുഷ്യരിൽ നിന്നും മൃഗങ്ങളിലേക്കും പോകുന്ന അസുഖങ്ങൾ. അതെ, പക്ഷെ നമ്മൾ വിചാരിക്കും കുറച്ചുള്ളൂ എന്ന്. അല്ല, കുറേ ഉണ്ട്. ഞാൻ ഈ ക്ലാസ് അധികം ശ്രദ്ധിക്കാത്തതുകൊണ്ട് തന്നെ ഇന്ന് കാലത്താണ് ആദ്യമായിട്ട് പുസ്തകം തുറന്നത്. എഴുതി വെച്ചേക്കുന്നുണ്ടല്ലോ, കുറേ ഉണ്ട്. നോട്ട്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മുറി എന്നാകുന്ന ആശയം കിടക്കുകയാണ്. ഈ പരീക്ഷ കഴിഞ്ഞ് പിന്നെ ഒരു പരീക്ഷയും കൂടി ഉണ്ട്. ആ പരീക്ഷ വലിയ കുഴപ്പമില്ല, പക്ഷേ ഈ പരീക്ഷ കൂടി കഴിഞ്ഞ് കിട്ടണം. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച തൊട്ട് ഗംഭീര പരീക്ഷകൾ, അതായത് സെമസ്റ്റർ പരീക്ഷകൾ, ഇയർ പരീക്ഷകൾ, അങ്ങനത്തെ പരീക്ഷകളാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്താവും എങ്ങനെയാവുമെന്നൊന്നും അറിയാൻ പാടില്ല, പക്ഷേ സുഖം ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇങ്ങനെ സുഖം അധികം കിട്ടിയാൽ എൻ്റെ അവസ്ഥ എന്താവും എനിക്ക് വലിയ പിടിയില്ല. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. പൊതുവെ ഞാൻ പരീക്ഷയ്ക്ക് പോകാറുള്ള സമയത്തൊക്കെ ഒരു കഥാപാത്രം ഉണ്ട് എൻ്റെ ക്ലാസ്സിൽ. പരീക്ഷയ്ക്ക് പോകുന്ന സമയത്തേക്ക് ഞാൻ വരാം കേട്ടോ. ഈ പുള്ളിക്കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ആൾക്കാരെ അവർ പോലും അറിയാണ്ട് അവർക്കൊന്നും അറിയാത്താക്കുന്നൊരു അവസ്ഥയുണ്ടല്ലോ, ആ സെറ്റപ്പാണ്. അപ്പം കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഞാൻ പഠിച്ച അവസ്ഥ നിങ്ങളും കണ്ടതല്ല. തലേ ദിവസം ഉറക്കം കളഞ്ഞിരുന്ന് എന്തോ നോക്കി പരീക്ഷ എഴുതാൻ പോയി. എന്തോ ഭാഗ്യത്തിന് ടീച്ചറിൻ്റെ കരി കൊണ്ട് പാസ്സായി. ഈ പുള്ളിക്കാരിക്ക് വേറെ പരിപാടിയൊന്നുമില്ല. മാസം ഗവൺമെൻറ്റിൽ നിന്ന് കാശിട്ടും വീട്ടുകാർ കാശ് അയച്ചു കൊടുക്കും. ഫുൾ സെറ്റിൽ ഇരുന്ന് പഠിച്ചാൽ മാത്രം മതി. ഇരുന്ന് പഠിക്കണമുണ്ട് കട്ടയ്ക്ക്. എന്നിട്ട് കാലത്ത് ഞാൻ എപ്പൊക്കെ കഴിഞ്ഞൊരു 3 കൊല്ലത്തെ കാര്യമാണ്, ഏതൊക്കെ കാലത്ത് പരീക്ഷയ്ക്ക് പോയാലും ഇവിടുന്ന് ട്രാം കയറി പോകണമല്ലോ. ഞാൻ കാരണം അതേ ട്രാമിൽ പുള്ളിക്കാരി ഉണ്ടാവും. പുള്ളിക്കാരി വരുന്നു, നമ്മുടെ അടുത്ത് ചോദിക്കുന്നു, പറയുന്നു സ്റ്റേറ്റ്മെൻറ്റ് പോലെ, ഞാനൊന്നും പഠിച്ചിട്ടില്ല, എനിക്കൊന്നും പഠിക്കാൻ പറ്റിയില്ല, ഞാൻ എത്രയും പഠിക്കാൻ ശ്രമിച്ചു, ഒന്നും നടന്നില്ല. എന്നിട്ട് നമ്മുടെ അടുത്ത് കുത്തി ചോദ്യങ്ങളോ. അപ്പം നമ്മൾ അവസാനം നമ്മളും പഠിച്ചത് പോയി, ഒക്കെ പോയി, ആ ഒരു അവസ്ഥയാവും. എന്നിട്ട് ഇവിടെയല്ല എൻ്റെ ഹൈലൈറ്റ് പാർട്ട്. അപ്പം നമുക്കൊരു ചെറിയ വിഷമം തോന്നും പുള്ളിക്കാരിയോട്. പാവം, ഒന്നും പഠിച്ചില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പരീക്ഷ എഴുതി തുടങ്ങുമ്പോൾ ഓറൽ ആണെങ്കിൽ ഓ മൈ ഗോഡ്, അതായത് ഉത്തരമൊക്കെ പറഞ്ഞ് ഫുള്ള് കിട്ടും. അത് ഒരു 3 ആൾക്കാർ 4 ആൾക്കാർ ഒരു ഗ്രൂപ്പായിട്ടാണ് ഒരു ടീച്ചർ വിളിച്ചുകൊണ്ട് പോയിട്ട് ഫുൾ ചോദ്യങ്ങൾ ചോദിക്കുക. യെസ് മാം കനായി, യെസ് മാം കനായി, ഞാൻ ഉത്തരം പറയട്ടെ മാം. എൻ്റെ പൊന്നിടാവേ, ഇപ്പം നമ്മളോട് ചോദ്യം ചോദിച്ച് നമ്മൾ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് കനായി മാം ഐ ക്യാൻ ആൻസർ. അങ്ങനത്തെ കൊലപ്പടിപ്പുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല അവരെന്ത് കാണിച്ചാലും, പക്ഷെ അവർക്ക് അറ്റ്ലീസ്റ്റ് പറഞ്ഞുകൂടെ ഞാൻ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇത്രയൊക്കെ നോക്കിയിട്ടുണ്ട്. അതില്ല, നമ്മളൊന്നും പഠിച്ചിട്ടില്ല. അങ്ങനത്തെ വൃത്തികെട്ട നശിച്ച പഠിപ്പുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എനിക്ക് നാളത്തെ പരീക്ഷ കൂടി ഒന്ന് പാസ്സാവണം. ഞാൻ ഇത് കാലത്തൊട്ടിരുന്ന് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗംഭീരമായിട്ട് പഠിച്ചിട്ടില്ല, മോശമായി പഠിച്ചിട്ടില്ല, കണ്ണോടിച്ച് മുക്കാലെത്തിയിട്ടുണ്ട്. ഇനി ഞാൻ പാസ് ക്വസ്റ്റ്യൻസ് നോക്കും. അത്തരത്തിലുള്ള സമയമുള്ളൂ. ഇന്ന് ഞാൻ ഉറക്കം കളയണില്ല, കാരണം നാളെ തൊട്ട് ലക്ഷറി ആയിട്ട് മറ്റേ അടുത്ത തിങ്കളാഴ്ച വരുന്ന സബ്ജക്റ്റ് നോക്കി തുടങ്ങണം. കാരണം ഇനി ഉറക്കം കളഞ്ഞ് പഠിച്ചാലും തിങ്കളാഴ്ചയിലത്തെ പരീക്ഷ എത്തത്തില്ല, കാരണം ലക്ഷറി സബ്ജക്റ്റാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം എന്നുള്ളത് കൊണ്ട് വി വിൽ ബി സ്റ്റഡിങ് ഫ്രം ടുമോറോ. അപ്പം അത്രയൊക്കെ തന്നെ കാര്യങ്ങൾ. ഞാനൊന്നും കൂടി ഒന്ന് പഠിച്ചൊന്ന് സെറ്റാവട്ടെ. പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ശുഭരാത്രി, ഗുഡ് നൈറ്റ്, നമസ്കാരം. ഈ ആഴ്ചയിലത്തെ 2ാമത്തെ പരീക്ഷയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. രാത്രി എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയെന്ന് എനിക്കും വലിയ പിടിയൊന്നുമില്ല. ഞാൻ അണ്ടർസ്റ്റിമേറ്റ് ചെയ്ത് കളഞ്ഞു ഈ സബ്ജക്റ്റിനെ. കഴിഞ്ഞ സെമ്മിൽ എനിക്കൊരു ഗംഭീര സബ്ജക്റ്റ് ഉണ്ടായിരുന്നു, അവൻ്റെ ചേട്ടച്ചാരാണ് ഈ സബ്ജക്റ്റ്. പക്ഷെ എന്തുകൊണ്ടോ ആരും വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ ഈ സെമസ്റ്റർ ഈ സബ്ജക്റ്റ് തൊട്ടും നോക്കിയില്ല. അതിപ്പോൾ ഒരു പൊട്ടത്തരമായി തോന്നുന്നുണ്ടെങ്കിലും എന്നെക്കൊണ്ട് പറ്റാവുന്ന പോലെയൊക്കെ നോക്കിയിട്ടുണ്ട്. ലക്ഷറി ആയിട്ടും നോക്കിയിട്ടില്ല,
മോശമായിട്ടും നോക്കിയിട്ടില്ല, എന്തൊക്കെയോ നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കലാകാരനെ വിളിച്ച് ഇരിക്കാൻ പരീക്ഷയ്ക്ക്. പാസ്സാവാനുള്ളതാണെങ്കിൽ പാസ്സാകുമെന്നുള്ള പ്രതീക്ഷയിൽ. ഇത് സെമസ്റ്റർ പരീക്ഷയാണ്. 30 ചോദ്യങ്ങൾ പോയി എഴുതി നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ. അത് കഴിഞ്ഞ് ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞു. വേറെ പരിപാടികളൊന്നുമില്ല. ഒന്നിന് കിടന്ന് ഉറങ്ങണം. കാരണം രാത്രി ഉറക്കം കുറവായിരുന്നു. ദേ വരുന്നു ഹമാര ട്രാം അങ്ങറ്റത്തുനിന്ന്. വേറൊന്നും പ്രത്യേകിച്ചില്ല. പോവാ, പരീക്ഷ എഴുതുക, വരാ, പാസ്സാക്കണേ കർത്താവേ. പഠിച്ചിട്ടുണ്ട്, പാസ്സാകുമായിരിക്കും അല്ലേ? പാസ്സാവുകയാണെങ്കിൽ നിങ്ങളെ അറിയിക്കാം. പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങി. പരീക്ഷയെ കുറിച്ച് ഒന്നും പറയാനില്ല. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തന്നെ കിളി എങ്ങടേക്കൊക്കെയോ പാറിപ്പോയി. ഒരു പിടിയില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ, പൊട്ടി എന്ന് ഉറപ്പായിരുന്നു. അപ്പോഴാണ് എൻ്റെ പോക്കറ്റിലുള്ള കുട്ടൻ അഥവാ എൻ്റെ ഫോൺ ഒന്ന് വൈബ്രേറ്റ് ചെയ്തത്. അപ്പോൾ തന്നെ സൈലൻ്റാക്കി ഫോൺ എടുത്തു. പിന്നെ നമ്മളുടെ എല്ലാവരുടെയും, എല്ലാ സ്റ്റുഡൻസിൻ്റെയും കാണപ്പെട്ട ദൈവമായ ചാറ്റ് GPT അങ്ങോട്ട് സ്മരിച്ചു. പിന്നെ ചാറ്റ് GPT അങ്ങോട്ട് സഹായിച്ചു. നോക്കിയും കണ്ടു, നമ്മൾ ആർക്കും ഉപദ്രവമില്ലാത്ത രീതിയിൽ അങ്ങ് ചാറ്റ് GPT അങ്ങ് ഉപയോഗിച്ചു. അപ്പോൾ ചാറ്റ് GPT നമുക്ക് ആവശ്യത്തിന് ഉത്തരങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതുകൊണ്ട് നമ്മൾ പാസ്സാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ചാറ്റ് GPTക്ക് അറിയാത്ത കാര്യങ്ങളാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം എന്തിനീ സബ്ജക്റ്റ് എന്ന് പോലും എനിക്കറിയാൻ പാടില്ല. ഞാൻ മൃഗങ്ങളെ ചികിത്സിക്കാൻ വേണ്ടി പഠിക്കുന്നു. ഇന്നത്തെ പരീക്ഷ എന്ന് പറയുന്നത് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്കും, മനുഷ്യരിൽ നിന്നും മൃഗങ്ങളിലേക്കും പോകുന്ന അസുഖങ്ങളെ പറ്റി ഉള്ളൊരു പരീക്ഷ. ഞാൻ ചെറിയ സബ്ജക്റ്റാണെന്ന് തെറ്റിദ്ധരിച്ചു, പക്ഷെ വലിയ സബ്ജക്റ്റായിരുന്നു. ഇഷ്ടംപോലെ പഠിക്കാനുണ്ടായിരുന്നു. എന്തെങ്കിലും ആവട്ടെ, പാസ്സാകുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചാറ്റ് GPT കനിഞ്ഞാൽ. പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. റിസൾട്ട് വരുമ്പോൾ ഞാൻ നിങ്ങളോടും പറയാം. പിന്നെ ഒരു ഉണച്ച ചോദ്യ പേപ്പറായിരുന്നു, ഒരു പിടിയില്ലാത്ത സാധനം. ഇനി ചാറ്റ് GPT തന്നെ ശരണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഇനി നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നേരെ ഇന്ത്യൻ സ്റ്റോറിൽ പോവുക, സാധനങ്ങൾ മേടിക്കുക. അതായത് പരീക്ഷയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബ്രേക്ക് വന്നൊക്കെ ആയിരുന്നു. അതുകൊണ്ട് സാധനങ്ങളൊന്നും ഇല്ല. ഇനി പരീക്ഷ വെള്ളിയാഴ്ച, പക്ഷെ അത് വലിയ പ്രശ്നമുള്ളതല്ല. കയ്യിൽ നിന്നിട്ടായാലും പാസ്സാകാം. പിന്നെ ഈ സബ്ജക്റ്റിൽ ഒരു ഫുൾ ഗ്രൂപ്പായിട്ടിരുന്നു, അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി സാധനങ്ങൾ മേടിക്കണം. അതായത് പച്ചമുളകോ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കണം, എന്നിട്ട് പോകണം. ഇതേ നിൽക്കുന്നു നമ്മുടെ ഇന്ത്യക്കാരൻ ചേട്ടൻ. പുള്ളി അവിടെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. ചില്ലി ഈസ് ദർ ആൻഡ് കൊറിയാണ്ടർ. ഓക്കെ, ഐ വിൽ ടേക്ക് കൊറിയാണ്ടർ. പുള്ളി അവിടെ കാലത്ത് തന്നെ എല്ലാവരും വെൽക്കം ചെയ്യാൻ നിൽക്കുകയാണ്. മുളക് മുളക് മുളക്. എവിടെ മുളക്? കുഴപ്പമില്ല, മുളക് കുറച്ചെടുക്കാം. അങ്ങനെയാണ് കാര്യങ്ങൾ. ഞാൻ സാധനങ്ങൾ ആവശ്യത്തിന് മേടിച്ചിട്ട് പോകട്ടെ. മല്ലിയില മേടിക്കണം, മുളക് മേടിക്കണം, മസാല മേടിക്കണം. ഇതാണ് നമ്മുടെ അജണ്ട. അപ്പം ശരി, ബൈ. ഇന്ന് കുപ്പിയിൽ നിന്നും തുടങ്ങാം. യാഗർമൈസ്റ്റർ ചെറിയ കുഞ്ഞ് ക്യൂട്ട് കുപ്പിക്ക് എത്ര രൂപയാണ്? ഇവിടെ എവിടെയും കാണുന്നില്ല. എന്നാലും നിങ്ങൾ കുപ്പി കണ്ടില്ലേ? എന്തുകൊണ്ട് കുപ്പിയിൽ അവിടെ നിന്ന് തുടങ്ങുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം അപ്പൻ ചോദിച്ചിരുന്നു ജാക്കിയുടെ റേറ്റ് എത്രയാണ്, ജാക്ക് ഡാനിയൽസിൻ്റെ റേറ്റ് ഇവിടെ എത്രയാണ്. മിസ്റ്റർ അപ്പൻ, ഒരു കുപ്പി മേടിക്കുകയാണെങ്കിൽ 122.99, നാട്ടിലത്തെ ഒരു 2000 സംതിങ്. അതേസമയം നമ്മൾ 2 കുപ്പി എടുക്കുകയാണെങ്കിൽ ഓരോ കുപ്പിക്കും 99 വെച്ചിട്ട്. ജാക്കിയുടെ റേറ്റ് നിങ്ങൾ കണ്ടല്ലോ, നിങ്ങളല്ല എൻ്റെ അപ്പം കണ്ടല്ലോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിലേക്ക് ഞാൻ കൊണ്ടുവന്ന വാലന്റീൻ ഇവിടെ ഇരിപ്പുണ്ട്. വേറെ കുറേ ആൾക്കാർ ഇരിപ്പുണ്ട്. ആരെയും മേടിക്കുന്നില്ല, കാരണം ഇപ്പം ഞാൻ നാട്ടിലേക്ക് വരുന്നില്ല. അപ്പം കുപ്പി ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കുപ്പിയുടെ ഞാൻ പോർക്ക് മേടിച്ചിട്ടുണ്ട്. പോർക്ക് മാത്രം ഇവിടെ ഞാൻ കണ്ടുള്ളൂ. പോർക്കിന് എത്രയാണ്? മറ്റേ സ്റ്റേക്ക് ഉണ്ടാക്കുന്ന പീസാണ് എടുത്തേക്കണേ. അതാകുമ്പോൾ വേഗം പരിപാടി തീരും. നെയ്യുടെ വലിയ ശല്യം ഉണ്ടാവില്ല. 8.99 വെച്ച് kgക്ക് ആണ് എടുത്തേക്കണേ. 8.99 പെർ കിലോ. അങ്ങനെ ഇപ്പോൾ എടുത്തേക്കുന്നത് 3.5 കിലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2-3 ദിവസത്തേക്ക് ആ കാര്യം എങ്ങനെ നടന്നോളും. പിന്നെ ചിപ്സ് കാര്യങ്ങളൊന്നും ഞാൻ എടുക്കണില്ല, ആവശ്യമില്ല. പച്ചക്കറിക്കൊന്നും ഓഫറില്ല. ചിക്കൻ ഓഫറുണ്ട്, പക്ഷേ യൂസ്ഫുൾ അല്ല, അതുകൊണ്ട് ഞാൻ മേടിക്കാൻ പോയില്ല. ഇവിടെ ഒരു പരിധി വരെ കുറേ ആൾക്കാരൊക്കെ കുപ്പിവെള്ളം കുടിക്കുക. അതുകൊണ്ട് ഇവിടെ കുപ്പിവെള്ളത്തിന് ഭയങ്കര ബിസിനസ്സാണ്. ഞാനല്ല, എനിക്കാ ഒരു ഫിൽറ്റർ ഉണ്ട്, അത് വെച്ച് ഞാനങ്ങോട്ട് ഓടും. വേറെ നമുക്കിവിടെ മേടിക്കാനുള്ളത് ഇവിടെ ഒന്നുമില്ല. ഇവിടെ തിരക്ക് കൂടുതൽ. നമുക്ക് വേറെ റൂട്ട് പോവാം. ഇവിടെ കുച്ചിനെഹി. കാരണം ഇത് ഞാൻ സ്ഥിരം പറഞ്ഞ ബിദ്രോങ്കിയല്ല, എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ അടുത്തുള്ളൊരു ബിദ്രോങ്കിയാണ്. പോളണ്ടിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ബിദ്രോങ്കിയുണ്ട്. അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഇത് ചെറിയ ബിദ്രോങ്കിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സ്ഥിരം പോകാറുള്ള ബിദ്രോങ്കിയുടെ അത്രയും ഓഫർ കാര്യങ്ങളുണ്ടാവില്ല. ഈ പച്ചക്കറി മേടിക്കണമെന്നുണ്ട്, പക്ഷെ ഒന്നും ഇല്ല. നമുക്ക് നോക്കാം. തക്കാളിക്ക് ഇന്ന് ഓഫറുണ്ട്. തക്കാളിക്ക് ഇന്ന് പഴയതുപോലെ 7.99 ആയിട്ടുണ്ട്. അത്രയൊക്കെ തന്നെ. ഞാൻ ഇത് ബില്ല് ചെയ്തിട്ട് ഞാൻ പോട്ടെ പയ്യെന്ന. സൂര്യനെ സഹിക്കാൻ പറ്റണില്ല. ഇന്നിപ്പോൾ 28 ഡിഗ്രിയാണ് പറഞ്ഞേക്കണേ വെതറുകാർ.
28 ഡിഗ്രിയുടെ നല്ല ചൂട് ഇപ്പോഴേ ഉണ്ട്. ഇപ്പോൾ 23 കുറച്ചും കൂടി കഴിയട്ടെ, ഉച്ച കഴിയട്ടെ. 28 പറഞ്ഞേക്കണേ, 28, 27 പറഞ്ഞേക്കണേ. നല്ല സുഖം. അടുത്ത 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ 30 ഡിഗ്രിയും പറഞ്ഞിട്ടുണ്ട്. അടിപൊളിയാവും. ഞാനൊന്ന് കറക്കട്ടെ. അപ്പോൾ ബിദ്രോങ്കയും സാധനങ്ങൾ മേടിച്ചിറങ്ങി. അവിടെ 25 സ്ലോട്ടി, 3 കിലോ 3.5 കിലോ പോർക്ക് മേടിച്ചു. ഇനി സ്റ്റേക്ക് ഉണ്ടാക്കണം, അല്ലെങ്കിൽ വളർത്തണം, ഏതെങ്കിലും ഒന്ന് ചെയ്യണം. അതാണ് പരിപാടി ഇന്നത്തെ നമ്മുടെ. ഇനി അത് കഴിഞ്ഞിട്ടൊന്ന് പോത്ത് പോലെ കിടന്നുറങ്ങണം. ഇന്നലത്തെ ഉറക്കം പെൻഡിങ് ഉണ്ട്. എന്ത് ചെയ്യാൻ, പഠിച്ചത് വെറുതെയായി എന്നല്ലാതെ എന്ത് പറയാൻ പറ്റും? കാരണം അത്ര ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നു. അതല്ലാതെ ഞാൻ ഒരിക്കലും കോപ്പി അടിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യുന്നതോ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല, ചെയ്യാറുമില്ല. പക്ഷേ ഈ സബ്ജക്റ്റ് ആവശ്യമുള്ളൊരു സബ്ജക്റ്റ് അല്ല. വെറുതെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഓരോ സബ്ജക്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ആ ഒറ്റ സെമസ്റ്ററിലുള്ള സബ്ജക്റ്റാണ്. ആരും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതുകൊണ്ടാണ് ഞാൻ പൊട്ടിയത്. ആരും കൊടുത്തിട്ടില്ല, ഇന്നേ വരെ ഒരു ഗ്രൂപ്പുകാർ പോലും ഈ സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. അപ്പോൾ അവർ അങ്ങോട്ട് കടുപ്പിച്ച് കളഞ്ഞു. അയ്യോ, എന്തായാലും പാസ്സാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. 98%. ഇനിയിപ്പോൾ റിസൾട്ട് വരണം നോക്കിയിരിക്കണില്ല, എന്തായാലും പാസ്സാവും. ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കാരണം ഇനി പോയിട്ട് ഉറക്കി എണീറ്റ് കഴിഞ്ഞ് ഇവിടെ നിന്ന് കണ്ടിന്യൂഷൻ കിട്ടുമെന്ന് എനിക്കറിയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ വ്ളോഗ് നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇനി പ്രത്യേകിച്ച് സംഭവിക്കാൻ പോകുന്നു, ചെല്ലുന്നു, കിടന്നുറങ്ങുന്നു. എണീറ്റ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു എനിക്കറിയാൻ പാടില്ല. എണീറ്റ് കഴിഞ്ഞിട്ട് അടുത്ത വ്ളോഗായിരിക്കും. അടുത്ത ദിവസത്തിലേക്കും കൂടി കാര്യങ്ങൾ കണക്ട് ചെയ്ത് നമുക്ക് അങ്ങോട്ട് തീർക്കാൻ പറ്റും. കാരണം നാളെ ഇനി പ്രത്യേകിച്ച് ഞാൻ ഒന്നും ചെയ്യില്ല, വെള്ളിയാഴ്ച ഞാൻ ഒന്നും ചെയ്യില്ല. കാരണം പഠിത്തം തന്നെയായിരിക്കും. കാരണം അടുത്ത ആഴ്ച ഉള്ള 2 പരീക്ഷകൾ ഗംഭീര കൊമ്പന്മാരാണ്. എന്തെങ്കിലും ആവട്ടെ. അപ്പം ശരി, ബൈ ബൈ. പുതിയ വേറെ നല്ല വ്ളോഗിൽ കാണാം അടുത്ത ദിവസം. ശരി. അപ്പോൾ ഇന്നലെ ഞാൻ ഒരു കൊച്ചിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, എല്ലാവരോടും പോയിട്ട് പഠിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞത്. ആ കൊച്ചിനും ഇന്ന് നമ്മുടെ അവസ്ഥ തന്നെയായിരുന്നു കേട്ടോ. ഇരുന്ന് വേർക്കുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വലിയ മനസ്സിന് ഞാൻ ഉത്തരം കാണിച്ചു കൊടുത്തു. ആ കുട്ടിയും പാസ്സാവട്ടെ, എല്ലാവരും പാസ്സാവട്ടെ. അങ്ങനെയാണല്ലോ നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയായിരുന്നു. ഇന്ന് എല്ലാവരും വേർത്തു. ഇനിയിപ്പോൾ പെട്ട് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ ട്രാമില്ല, അപ്പുറത്തെ ട്രാം വന്നു. എനിക്ക് തിരിച്ച് പോകാനുള്ള ട്രാം വേറെ റൂട്ടിൽ കൂടെ വേറെ പോകണം. എന്തൊരു ഗതികേടാ എൻ്റെ. പോകണം എൻ്റെ ട്രാം. ഇത് ഇങ്ങനെയൊക്കെയല്ല, എനിക്ക് പോകേണ്ട റൂട്ട് അങ്ങനെയൊക്കെയാണ്. ഓൾവേസ് ദിസ് ഹാപ്പൻസ്. കാലക്കേട് അല്ലാണ്ട് എന്ത് പറയാം. എന്തായാലും ട്രാം വരട്ടെ, വീട്ടിൽ പോകണം, ഫുഡ് ഉണ്ടാക്കണം, കിടക്കണം. അപ്പോൾ ഒന്നും കൂടി ബൈ ബൈ.